കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇഡി അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത്. 2023 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത്. എന്നാൽ വിവേക് ഹാജരായില്ലെന്നും തുടർ നടപടികളിൽ ഇഡി മൗനം പാലിച്ചെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇഡിയുടെ പിന്മാറ്റം ദുരൂഹമെന്നും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ബന്ധം തുടരുന്നതിന്റെ തെളിവാണിതെന്നും കോൺഗ്രസ് ആരോപിച്ചു. 2023 ഫെബ്രുവരി 14 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു പിണറായിയുടെ മകൻ വിവേകിന് സമൻസ്. ഇഡി സമൻസ് അയച്ചതാവട്ടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിലാസത്തിലും. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് സമൻസ് എന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചത്. സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുവകകളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും സമൻസിൽ നിർദ്ദേശമുണ്ടായിരുന്നു. വിവേകിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അതേ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന വിവേകിനെതിരെ പിന്നീട് ഇഡി എന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു എന്നതിലും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ ഇഡി മറുപടി പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിന് ഒരു നോട്ടീസ് അയച്ചാൽ ഇഡി തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം തുടരുന്നതിന്റെ തെളിവെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത്. വളരെ സത്യമായില്ലേ? സമൻസിന്റെ കാര്യം തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി P. രാജീവ് ഒഴിഞ്ഞുമാറി. മീഡിയ 1 തിരുവനന്തപുരം.